പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. ഹൈദരാബാദും കൊൽക്കത്തയും തമ്മിൽ നല്ലൊരു കളിയാണ് നടന്നിരിക്കുന്നത്. കൊൽക്കത്ത വെച്ച് നടന്ന കളി ഹൈദരാബാദ് 24 ബോൾ ബാക്കിയിരിക്കെ ഒരു മികച്ച 63 റണ്ണിന്റെ ജയമാണ് നടന്നിരിക്കുന്നത്. നല്ലൊരു ഇന്നിങ്സ് ടോസ് ലഭിച്ച അജിങ്ക്യ രഹാനെ ബോളിംഗ് എടുക്കുകയായിരുന്നു. ബാറ്റിങ്ങിന് ഇറങ്ങിയ ഹൈദരാബാദ് നല്ലൊരു തുടക്കത്തിനാണ് ഇന്നലെ കാഴ്ചവെച്ചിരിക്കുന്നത്. ട്രാവിസ് ഹെഡ് കൂടാതെ തന്നെ അഭിഷേക് ശർമ്മയുടെ 82 റണ്ണ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. ആ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് 6 ഓവറിൽ തന്നെ അവർക്ക് 115 വരെ വന്നിരുന്നു. നല്ലൊരു പാർട്ണർഷിപ്പാണ് വന്നത്. ഹെഡ് ഔട്ടായപ്പോൾ തന്നെ ആറാമത്തെ ഓവറിലാണ് ഔട്ടായപ്പോൾ തന്നെ സ്കോർ 82 ഉണ്ടായിരുന്നു. പിന്നെ ഇഷാൻ കിഷാൻ അദ്ദേഹം 9 പിന്നെ കളിച്ച ക്ലാസൻ അദ്ദേഹം ഒരു ബ്രില്യന്റ് ഇന്നിങ്സാണ് കാഴ്ചവെച്ച 52 റൺ അടിച്ചു. പിന്നെ കളിച്ച അങ്കിത് വർമ്മ അദ്ദേഹം വേദന ഔട്ടാവുകയാണ്. പിന്നെ യശ് കുമാർ റെഡ്ഡി 39 ഇന്നിങ്സ് എടുത്തു. പിന്നെ വന്ന ആരും അങ്ങനെ കളിച്ചിട്ടില്ല. ഹാഷ്ടുബെ 3 ബോളിൽ 9 റണ്ണും അറോറ ഗോൾഡൻ ഡക്കിലും പോയി. പക്ഷെ ശിവങ്ക് കുമാർ അദ്ദേഹം ഒരു ബൗണ്ടറി അടിച്ചു. രണ്ടാം ബോളിൽ തന്നെ അദ്ദേഹം ഔട്ടാവണം. അങ്ങനത്തെ 8 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 226 എന്ന ഒരു ടോട്ടലിലേക്കാണ് അത് അവരെത്തിയിരിക്കുന്നത്. ബോളിംഗ് നോക്കുവാണെങ്കിൽ മുസ്റമ്പാനി അദ്ദേഹം 41 റണ്ണും 4 വിക്കറ്റുമാണ് 4 ഓവറിൽ എടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ വൈരവ് അറോറ അദ്ദേഹം 47 റണ്ണ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. പിന്നെ ത്യാഗിയും അനുകുൽ റോയും ഓരോ വിക്കറ്റ് വെച്ചെടുത്തു. അങ്ങനെ 226 ഒതുക്കാൻ സാധിച്ചു. നല്ലൊരു സ്കോർ അവർ കൊൽക്കത്ത നേടുത്തു. എന്നാൽ അജിങ്ക്യ രഹാനെ അദ്ദേഹം വിചാരിച്ച പോലെ അല്ല നടന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഔട്ടാവുകയാണ് 10 പന്തിലിട്ട്. പിന്നെ വന്ന ഫിനാലിൽ അദ്ദേഹം 7 പന്ത് 28 നല്ലൊരു തുടക്കം. പക്ഷെ ഹാഷ്മിയുടെ കൈകളിലേക്ക് അദ്ദേഹം ഔട്ടാവുകയായിരുന്നു. 7 ബോൾ 28 റണ്ണ് 4 ഫോർ 2 സിക്സ് അടക്കം അദ്ദേഹം 28 400 സ്ട്രൈക്കിൽ അദ്ദേഹം എടുത്തിരിക്കുകയാണ്. പിന്നെ രഘുവാൻഷി അദ്ദേഹം 52 അടിച്ചു. പിന്നെ ഗീൻ ഔട്ടായത് രഘുവാൻഷിയും ഗീനും തമ്മിൽ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം അവർ രണ്ടുപേരും ഔട്ടാവുകയാണ്. പിന്നെ റിങ്കു സിംഗ് 25 ഒരു 35 അവിടെ രഘുവാൻഷി റൺഔട്ട് ആവുകയാണ്. ആരും റിങ്കു സിംഗും രഘുവാൻഷും തമ്മിലുള്ളൊരു മിസ്റ്റേക്കാണ്. പിന്നെ ആർക്കും അങ്ങനെ കളിക്കാൻ സാധിച്ചില്ല. രമൺദീപ് സിംഗ് 9-10 അനുകൊണ്ട് ഗോൾഡൻ ഡക്കി പോയി. കൂടാതെ തന്നെ സുനിൽ നാരായൺ 2 സിക്സൊക്കെ അടിച്ചു തുടങ്ങി. എന്നാൽ തന്നെ ഇഷാൻ പന്റിങ് ഔട്ടാക്കി. പിന്നെ അവര് 161 ഓൾ ഔട്ട് ആവുകയാണ്. 4 ഓവർ ബാക്കി ഓൾ ഔട്ട് ആവുകയാണ്. ബോളിംഗ് നോക്കുവാണെങ്കിൽ മുച്ചന്ത അദ്ദേഹം കറക്റ്റ് പ്ലേസ്മെന്റ് ഒക്കെ ചെയ്ത് നന്ന് കളി നീട്ടിക്കൊണ്ടുപോയി. കഴിഞ്ഞ കളി RCB തോറ്റപ്പോൾ ബോളിംഗ് ഒക്കെ എവിടെ പോയി എന്ന് പലരും ചോദിച്ചിരുന്നു. എന്നാൽ തന്നെ അവർക്ക് കൃത്യമായ ഒരു മറുപടിയാണ് അവർ ഇന്നലെ നൽകിയിരിക്കുന്നത്. ഇത്രയാണ് വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ ക്രിക്കറ്റ് യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പിന്നെ